നമസ്കാരം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് വിദ്യ എന്ന് പറഞ്ഞു തന്ന ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനാഘോഷം ഇന്ന്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ശ്രീനാരായണീയർ ജയന്തി ആഘോഷിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. എറണാകുളം സ്വദേശി ഡിക്സന്റെ ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. വായനാശീലം വളർത്തുന്നതിനായി ബസ് സ്റ്റോപ്പിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചത് കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. SNDP യോഗം, മുകുന്ദപുരം യൂണിയൻ, പുത്തഞ്ചിറ മേഖല, ഗുരുധർമ്മ പ്രബോധിനി സഭ, ശ്രീനാരായണ ധർമ്മം ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ഗുരുപൂജ, ഗുരുജയന്തി സമ്മേളനം, കലാസാഹിത്യ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരുപാട് മഹത്തായ സന്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ നാം ശരീരമല്ല അറിവാണ് എന്ന് നമ്മളോട് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? നാം ശരീരമല്ല അറിവാണ്, നാം ദൈവമാണ്. ആ ദൈവപുത്രനാണ് SNDP യോഗത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് നമുക്കെല്ലാവർക്കും ലഭിച്ചത്. 1903 ഡോക്ടർ പൽപ്പുവും കുമാരനാശാനുമായി രൂപകൽപ്പന ചെയ്ത SNDP യോഗത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ശ്രീനാരായണ ഗുരുദേവന്റെ മക്കളാണ്, ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായികളാണ് SNDP യോഗത്തിന്റെ ഈ ഹാളിൽ തിങ്ങി നടന്നിരിക്കുന്ന നിങ്ങളും ഞാനും അടക്കമുള്ള ആളുകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ സന്ദേശങ്ങൾ ഇന്ന് ലോകമെമ്പാടും കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയർമാൻ CK യുധി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ജയന്തി സന്ദേശം നൽകി. യൂണിയൻ സെക്രട്ടറി KK ചന്ദ്രൻ, ദേശീയ അവാർഡ് ജേതാവ് VK ശ്രീധരൻ, വാർഡ് മെമ്പർ MM ഷമേജ്, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് AR ദേവരാജൻ, പുത്തഞ്ചിറ പടിഞ്ഞാറെ മഹല്ല് ഖത്തീബ് അസ്ലം സഖാവി മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. KK പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെപ്പോഴും വയസ്സായെന്ന് പറയാൻ തയ്യാറല്ല, ചെറുപ്പക്കാരാണ് മനസ്സുകൊണ്ട്. അതുകൊണ്ട് വയസ്സായ ഞങ്ങൾക്ക് തന്ന ഈ പൊന്നാട നിങ്ങളുടെയൊക്കെ സന്തോഷമാണെന്ന് വിചാരിച്ചുകൊണ്ട് നന്ദി. സതീശൻ ചേന്നമാക്കൽ അധ്യക്ഷത വഹിച്ചു. CG ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. CG ഗംഗാധരൻ, അനിത വേണുഗോപാൽ, സുജ ജയരാജ്, ബൈജു, ലെനിൻ, KV വിൽസൺ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനദാനം എന്നിവ നടന്നു. അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. മനക്കുളങ്ങര കൊല്ലമ്മാടി വീട്ടിൽ 45 വയസ്സുള്ള സുദർശിനിയാണ് മരിച്ചത്. ഭർത്താവ് രാജൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കൊമ്പടിഞ്ഞാൽ ഭാഗത്ത് നിന്ന് വന്നിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്താൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരിക്കേറ്റ സുദർശിനി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് മരിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. കാർ ഡ്രൈവർ കുരിയച്ചിറ സ്വദേശി ജോസിനെതിരെ ആളൂർ പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, ആളൂർ. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘം പിടിച്ചെടുത്തു. എറണാകുളം പള്ളിപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിംഗും സർക്കാർ നിയമം മൂലം നിരോധിച്ച മത്സ്യബന്ധന രീതികളാണ്.
അഴീക്കോട് ലൈറ്റ് ഹൗസിന് വടക്കു പടിഞ്ഞാറ് 10 നോട്ടിക്കൽ ഭാഗത്ത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തി വരവെയാണ് പ്രത്യേക സംയുക്ത പട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെലാജിക് ട്രോളിംഗിൽ കടലിന്റെ മുകൾ ഭാഗം മുതൽ അടിത്തട്ട് വരെ കിലോമീറ്റർ കണക്കിന് നീളമുള്ള വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധന രീതിയാണ്. ഇത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. തീരെ ചെറിയ മീൻകുഞ്ഞുങ്ങൾ വരെ വളരെ നീളമുള്ള കോഡ് എൻഡ് ഉള്ള വലയിൽ കുരുങ്ങുകയും മത്സ്യസമ്പത്ത് നശിക്കുകയും കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരുകയും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയുകയും ചെയ്യും. ഈ കാര്യങ്ങൾ കണക്കിലെടുത്ത് നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിംഗും കരവലിയും സംസ്ഥാന സർക്കാർ നിയമം മൂലം നിരോധിച്ച മത്സ്യബന്ധന രീതികളാണ്. പിടിച്ചെടുത്ത ബോട്ടിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴയിനത്തിൽ 2.5 ലക്ഷം രൂപ ബോട്ടുടമയ്ക്ക് പിഴ ചുമത്തി. ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 50,225 രൂപ ട്രഷറിയിൽ ഒടുക്കി. പരിശോധനാ സംഘത്തിൽ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, കോസ്റ്റൽ പോലീസ് CI അനൂപ് N, FEO സുമിത, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ, ഷൈബു, ഷിനിൽ കുമാർ, കോസ്റ്റൽ പോലീസ് SI ബിജു ജോസ് എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡ്മാരായ ഹുസൈൻ, വിജീഷ്, പ്രമോദ്, പ്രസാദ്, അൻസാർ, സ്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പകലും രാത്രിയും പരിശോധനകൾ ശക്തമായി തുടരുമെന്നും പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുന്നതിനായി ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസും യോജിച്ച് കടലിൽ നിരന്തരം പട്രോളിംഗും ഉണ്ടാകുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ക്യാമറ കണ്ണിലൂടെ കൊടുങ്ങല്ലൂരിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന KR സതീശന്റെ ക്ലിക്കിന് 4.5 പതിറ്റാണ്ടിന്റെ മിഴിവ്. തീരമേഖലയിലെ വാർത്തകൾക്ക് ചിത്രഭംഗി നൽകുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ് സതീശൻ. 45 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട്. 1975 ചിങ്ങം 1-നാണ് സതീശൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വന്നത്. ആദ്യകാല ഫോട്ടോഗ്രാഫർ ധർമ്മപാലന്റെ ശിഷ്യത്വത്തിലാണ് തൊഴിൽ പഠിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ യാഷിക, മാമിയ എന്നിങ്ങനെ തുടങ്ങി ഇന്ന് അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സതീശന്റെ വിരലടയാളം പതിഞ്ഞ ചിത്രങ്ങൾ പതിനായിരങ്ങളാണ്. 45 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ ഇന്നലെയെയും ഇന്നിനെയും അടയാളപ്പെടുത്തുന്ന 1000 ചിത്രങ്ങൾ സതീശന്റേതായുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ 3 തലമുറകളെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള അവസരം കൊടുങ്ങല്ലൂരിന്റെ ഈ സ്വന്തം ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി, മുഖ്യമന്ത്രിമാർ, ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരുടെ മുഖങ്ങളും സതീശന്റെ ഫിലിമിൽ പതിഞ്ഞിട്ടുണ്ട്. കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂരിലെ പൊതു സ്വകാര്യ ചടങ്ങുകളിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമാണ് KR സതീശൻ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ വായനാശീലം വളർത്തുന്നതിനായി തൃശൂർ ബസ് സ്റ്റോപ്പിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ സംഗീത അധ്യക്ഷയായി. വിദ്യാലയത്തിന്റെ വകയായി നിരവധി ബുക്കുകൾ പുസ്തകക്കൂടിൽ നിക്ഷേപിച്ചു. യാത്രക്കാർ വിശ്രമ സമയത്ത് പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ് പുസ്തകക്കൂട് കൊണ്ട് ലക്ഷ്യമിടുന്നത്. സ്റ്റാഫ് പ്രതിനിധി MVCB സംസാരിച്ചു. സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരു പുസ്തകക്കൂട് ഇവിടെ യാത്രക്കാർക്കായി ഒരുക്കുന്നത്. ആദ്യമേ തന്നെ ഡോൺ ബോസ്കോ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന HMനും ഹൃദയം നിറഞ്ഞ PTA പ്രസിഡന്റിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. എറണാകുളം സ്വദേശി ഡിക്സന്റെ ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. വായനാശീലം വളർത്തുന്നതിനായി ബസ് സ്റ്റോപ്പിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചത് കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.